അപ്പൊ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരാൾ നെടുനായകത്വം വഹിക്കണം. അത് ശാരീരികമായും മാനസികമായും പുരുഷനാണ് യോഗ്യത. അത് അള്ളാഹു അങ്ങനെ പഠിച്ചു, പ്രകൃതിയിൽ എവല്യൂഷൻ വഴി അങ്ങനെ രൂപപ്പെട്ടു. എന്ത് രീതിയിലാണെങ്കിലും പുരുഷനാണ് നിലവിൽ അതിന് യോഗ്യത. അതുകൊണ്ട് പെണ്ണ് ഒതുങ്ങിയിരുന്ന് കുടുംബത്തിന് സേവനം ചെയ്ത് അവിടുത്തെ രാജ്ഞിയായി വാഴണം. ആ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാവുക. ഇപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കുറിച്ചുള്ള ചില പഠനങ്ങളുണ്ട്. അവർ മാനസികമായ സമ്മർദ്ദം കൊണ്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു എന്നാണ്. കാരണം ജോലിക്ക് പോകണം, അവിടുത്തെ കൃത്യമായി നടത്തണം, വീട്ടിലെല്ലാ ജോലിയും ചെയ്യാൻ വേണം, ഒരു 3 മണിക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടതൊക്കെ തയ്യാറാക്കി വെക്കണം, ഭർത്താവിൻ്റെതടക്കം എല്ലാം അലക്കി അയൺ ചെയ്ത് വെക്കണം, വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം, ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയിട്ട് ഓടണം.